സഹോദരങ്ങളെ, ഈ മഹിൽ അരങ്ങേറും വലിയ വലിയ സംഭവങ്ങൾ, പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ. അതിലേറ്റവും ആദ്യം അരങ്ങേറുന്ന സംഭവമാണ് ഖുറൂജുൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ആഗമനം. അതത്ര പ്രശ്നമല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ നിസ്കരിക്കുമ്പോ എത്ര വട്ടായി കാവൽ ചോദിക്കുന്നത്, കൊല്ലങ്ങൾ എത്രയായി ചോദിക്കുന്നത്, എത്ര ആൾക്കാർ ചോദിച്ചു മരിച്ചുപോയി അല്ലേ? അല്ലാഹ്, ഏതെങ്കിലും ഒരു നബി മസീഹുദ് ദജ്ജാലിനെ പറ്റി ഉമ്മത്തിനെ ഭയപ്പെടുത്തി അറിയിക്കാത്ത ഒറ്റ നബിയും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര നബിമാര് ലോകത്ത് വന്നു? ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും അവരവരുടെ ഉമ്മത്തിന് പേടിപ്പെടുത്തി അറിയിച്ചൊരു കാര്യമാണ് മസീഹുദ് ദജ്ജാലിന്റെ വരവ്. സഹോദരങ്ങളെ, അവസാന ഘട്ടത്തിലല്ലേ അത് ഉണ്ടാകുള്ളൂ എന്ന് അവർക്കൊക്കെ അറിയില്ലേ? പക്ഷെ എന്നിട്ടും കാവൽ ചോദിക്കാൻ വേണ്ടി ഓരോ ഉമ്മത്തിനോടും ഓരോ നബിമാരും പറഞ്ഞെങ്കിൽ ഈ വരുന്ന വിഷയം എത്ര ഗൗരവേറിയതാ. അതൊരു കൊറോണ വൈറസ് പോലെ കണ്ടാ പോരാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പെട്ടെന്ന് മനുഷ്യന്റെ ഈമാന് തെറ്റിപ്പോകും. എത്രയോ കോടിക്കണക്കിന് ആളുകൾ സഹോദരങ്ങളെ ഈമാനില്ലാതെയായി പോകും. ദജ്ജാലിന്റെ അത്ഭുതങ്ങൾക്ക് പിന്നിൽ പലരും പെട്ടുപോകും. ദജ്ജാൽ ആദ്യമേ വരുന്നത് ഞാൻ അള്ളാഹുവാണ് എന്നുള്ള വാദവുമായിട്ടല്ല. ആദ്യം രംഗപ്രവേശനം ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന വാദവുമായിട്ടാണ്. ആ വാദഗതിയിൽ കാണിക്കുന്ന അത്ഭുതങ്ങളിൽ കുടുങ്ങാത്ത ആളുകൾ വളരെ കുറവാണ്. അത്രയും അചഞ്ചലമായ ഈമാനുള്ള ആളുകൾ മാത്രമേ പെടാതിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആൾക്കാരൊക്കെ അതിൽ പെടൂല ഉസ്താദ്, എങ്ങളാ പറഞ്ഞ അറിയുന്നില്ല, നമ്മളെ നാട്ടിലെ ആൾക്കാരൊന്നും പെടൂല എന്നൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? നമ്മളെ നാട്ടിന്റെ പരിസരത്ത് കൂടെ ഒരു ഊത്ത് ഊതിയിട്ട് ആ സ്പോട്ടിൽ തന്നെ അസുഖം അങ്ങോട്ട് മാറുന്ന ഒരാളെ കണ്ടാല് ഈ നാട്ടിൽ നിന്ന് എത്ര ആളുണ്ടാവും? കൂടാത്ത ആൾക്കാര് അയാളെ പിന്നില് പറഞ്ഞാട്ടെ. ഇപ്പുള്ള ആൾക്കാരെ പുറത്തുറിഞ്ഞ് പുതിയ വരുന്നൊന്നും വേണ്ട. ഇപ്പൊ ഒരാളിങ്ങനെ വരികയാണ്, കൂനൂരിന്ന് ഇങ്ങനെ വന്ന് ഖത്തർമക്കൂടെ ഇങ്ങനെ പോവുകയാണ്. ഉസ്താനാബാദിൽ എത്തിയപ്പോ ഈ മഹല്ലിൽ എത്ര ആളുണ്ടാവും? ഒരു 100-500 ആളുണ്ടാവില്ലേ ചുരുങ്ങിയത്, ഇല്ല 1000. എല്ലാ ആൾക്കാരും തടിച്ചുകൂടി നിൽക്കാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി. അപ്പൊ കൂട്ടത്തിൽ ഒരു വെള്ളപ്പാണ്ടുള്ള ഒരു കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടിയെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു ഊത്തണ്ട് ഊതി. സ്പോട്ടിൽ വെള്ളപ്പാണ്ടും കൊണ്ട് മാറിയിട്ട് നല്ല തൊലി നിറം വന്നു. ഈ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ കുടുങ്ങാത്തവരുണ്ടാവും എന്ന് പറഞ്ഞാണ്. മിക്ക ആൾക്കാരും കുടുങ്ങും. അതുകൊണ്ടാണ് നാട്ടിലെല്ലാ നാടുകളിലും അത്ഭുത സിദ്ധിയുള്ള ആളുകൾക്ക് മാർക്കറ്റ് വളരെ കൂടുതലാണ്, അല്ലേ? ഭയങ്കര കൂടുതലാണ്. അതിൽ പെടാത്ത ആളുകൾ എത്ര ഉണ്ടാകും? ഒരു നാട്ടിൽ പോയാൽ പലരും പറയും, ഞാനും പോയിന്, ഞാനും 2 വട്ടം, ഞാനും 4 വട്ടം, ഞാനും 10 വട്ടം, ഞാനും കൈ പിടിച്ചിന്, ഞാനും മന്ത്രി ചോദിക്കണ്, ഞാനും ചെറിയ നൂലൊക്കെ വാങ്ങിക്കണം. എത്ര ആൾക്കാർ പറയും? പറയാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങള് 1, 2, 1.5 ഉണ്ടാവും. 800 കുടുംബങ്ങളിൽ നിന്നാ ഞാൻ പറഞ്ഞത്, അത്ര ഉണ്ടാവുള്ളൂ. ആണും പെണ്ണും സകലതും പോകും. അല്ലാ, ആൾക്കാർ കുടുങ്ങൂല നിങ്ങൾ പറഞ്ഞ്. അള്ളാഹു നമ്മളെ ഈമാനെ സലാമത്താക്കട്ടെ. അങ്ങനെയുള്ള ആ അത്ഭുതങ്ങളും തരികിടങ്ങളും അത് സ്പോട്ടിൽ കാര്യങ്ങൾ സാധിക്കാണ്. ദജ്ജാൽ കാണിക്കുന്ന അത്ഭുത സംഭവങ്ങള് നാളെ റെഡിയാകട്ടോ എന്നുള്ളതല്ല, ഇന്ന് പറയുമ്പോ ആ സ്പോട്ടിൽ തന്നെ മുറാദ് ഹാസിലാക്കി തരാണ്. ആ സമയത്ത് തന്നെ എന്താണോ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരാണ്. അതുകൊണ്ടാണ് ഇത്രയും കാവൽ ചോദിക്കുന്നത്. ആ ദജ്ജാലിനെ പറ്റി കൃത്യമായ വിവരം മറ്റു അമ്പിയാക്കളൊന്നും പറയാത്ത വിവരം ഉമ്മത്തിനെ പഠിപ്പിച്ചു തന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞുപോയ മുഴുവൻ നബിമാരും ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, പേടിപ്പിച്ചറിയിച്ചിട്ടുണ്ട്. അവരൊന്നും പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു നബിയും അവരെ ഉമ്മത്തിനോട് പറയാത്ത കാര്യം, അങ്ങനത്തെ ഒരു ഇൽമു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അലാ
ഇന്നഹു അഅവറു വ ഇന്ന റബ്ബക്കും ലൈസ ബിഅഅവറാ. റബ്ബാണെന്ന വാദഗതിയുമായിട്ട് നിങ്ങളെ മുന്നിലെത്തിയിട്ട് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ആ സൃഷ്ടിയില്ലേ ദജ്ജാല്, അവൻ അഅവറാണ്, ഒറ്റ കണ്ണ് മാത്രമുള്ളവനാണ്. വ ഇന്ന റബ്ബക്കും ലൈസ ബിഅഅവറാ. റബ്ബ് എന്ന വാദഗതിയുമായി വരുമ്പോ മനസ്സിലാക്കണം, റബ്ബ് അങ്ങനെ ഒരു പോരായ്മയുള്ള ആളല്ല. ഒരു കണ്ണ് എന്നുള്ളത് കുറവാണോ? കുറവ് തന്നെയാണ്. രണ്ട് കണ്ണല്ലേ വലിയ അനുഗ്രഹം? ഒരു കണ്ണല്ലല്ലോ അനുഗ്രഹം. രണ്ട് കണ്ണല്ലേ അല്ലാഹു അനുഗ്രഹമായിട്ട് എണ്ണിയത്? അലം നജഅൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണ് തന്നില്ലേ എന്നല്ലേ അല്ലാഹു ചോദിക്കുന്നത്. ഇവന് ഒറ്റ കണ്ണേ ഉള്ളൂ. റബ്ബായിട്ട് അവൻ മുന്നോട്ട് വന്ന് വാദിക്കുമ്പോ മനസ്സിലാക്കണം, നിങ്ങളെ റബ്ബ് ഇങ്ങനൊരു പോരായ്മയുള്ള ആളല്ല, റബ്ബിന് ഇങ്ങനൊരു കുറവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ വിവരം അവനെ പറ്റി പഠിപ്പിച്ചു തന്നു. ആ മസീഹുദ് ദജ്ജാൽ വരുമ്പോ കുടുങ്ങാതിരിക്കണമെങ്കിൽ അത്രമാത്രം വലിയ ഇൽമും ഈമാനും തഖ്വയുമാണ്. സഹോദരങ്ങളെ, മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വരെ ഫിത്ന കൂടുതലാകുന്ന ഫിത്നയാണ് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന. ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വരെ ഫിത്ന കൂടുതലാണ്. പക്ഷെ ആ മസീഹുദ് ദജ്ജാൽ കാലുകുത്താത്ത സ്ഥലമല്ലേ ഈ മക്ക, ഈ മദീന, ഈ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ മലക്കുകൾ ആ ബൈത്തുൽ മഖ്ദിസിനെയും പരിസര പ്രദേശങ്ങളിലെയും ദജ്ജാലിന്റെ പ്രവേശനത്തിൽ നിന്ന് കാവൽ നേടിക്കൊണ്ട് അവിടെ കാത്ത് സംരക്ഷിക്കുകയാണ്. മദീനയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കും. മക്കയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കും. പക്ഷെ സാധിക്കില്ല. പുറത്ത് വെച്ച് അത്ഭുതങ്ങൾ കാണിക്കുമ്പോ ദജ്ജാലിനെ ആകർഷിക്കുന്ന, ദജ്ജാലിനെ കണ്ടിട്ട് സന്തോഷിക്കുന്ന ചില ആളുകളൊക്കെ ദജ്ജാലിന്റെ അടുത്തേക്ക് പോകും. അവര് പോകാൻ വേണ്ടിയിട്ട് മദീന 1, 2, 3 പ്രകമ്പനങ്ങൾ കൊള്ളുന്ന റജിഫത്ത്, ചലനം, ഭൂചലനം ഉണ്ടാകും മദീനക്ക്. എന്താ മദീനന്റെ ലക്ഷ്യം? അങ്ങനെ അവനെ പറ്റിയിട്ട് ഇങ്ങനെ നല്ല വർത്തമാനങ്ങളും നല്ല കാഴ്ചപ്പാടൊക്കെ വെക്കുന്ന ആൾക്കാർ അങ്ങോട്ട് ഓടിപ്പോയിക്കോട്ടെ. അപ്പൊ ഇതൊന്നും ഇങ്ങനെ കുലുങ്ങുമ്പോ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഓടുമ്പോ പിന്നെ ഇവിടെ ആരാണ്ടാകുക? ഖാലിസായ ഈമാനുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവും. കടഞ്ഞെടുത്ത ഈമാനുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത ഒറ്റ കുട്ടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഇന്നമൽ മദീനത്തു കൽ കീർ, മദീന കീർ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കൊല്ലപ്പണിക്കാരന്റെ തിരിക്കുന്ന യന്ത്രമില്ലേ, ഒലോക്ക് എന്ന് പറയുന്ന യന്ത്രം, അതുപോലെയാണ് മദീന. ആ മദീനയിൽ നേർക്ക് നേരെ നിൽക്കാൻ ഈമാനിൽ കരുത്തില്ലാത്ത ആളുകളെ മുഴുവനും മദീന പുറത്തേക്ക് തള്ളും. ദജ്ജാല് വരുമ്പോ മദീനക്ക് അങ്ങനെ ഒരു പ്രകമ്പനം ഉണ്ടാവും. അപ്പൊ കുറെ എണ്ണം ഓടുമ്പോ പിന്നെ ഖാലിസായ ഈമാനുള്ളവര് മാത്രം. ബൈത്തുൽ മഖ്ദിസിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി അവൻ ശ്രമം നടത്തുമ്പോ അവസാനത്തെ ശ്രമമാണ്. അവിടെ വെച്ചാണ് മസീഹുദ് ദജ്ജാലിനെ ഈസാ നബി അലൈഹിസ്സലാം വധിക്കുന്നത്. കറക്റ്റ് സ്ഥലത്തിന്റെ പേരറിയോ മോനെ? ദജ്ജാലിനെ വധിക്കുന്ന കറക്റ്റ് സ്ഥലത്തിന്റെ പേരറിയോ? പറയുകയാണെങ്കിൽ സമ്മാനം തരും. വിലക്കുന്ന ആരേക്കെന്തെങ്കിലും ആകിട്ട് സംഭാവന തരും. അറിയില്ല? സുബ്ഹാനല്ലാഹ്. എന്നാ പഠിച്ചു വെച്ചോളിട്ടോ. ഇനി അടുത്ത വാതിൽ വരുമ്പോ ചോദിക്കും. ബൈത്തുൽ മഖ്ദിസിന്റെ അടുത്ത് ബാബുലുദ് എന്നൊരു സ്ഥലമുണ്ട്. എന്താ സ്ഥലത്തിന്റെ പേര്? ബാബുലുദ്. ബാബുലുദ്ദിൽ വെച്ചിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം അവന്റെ കഥ കഴിക്കുന്നത്. ദജ്ജാലിന്റെ അവസാനത്തെ നുഴഞ്ഞു കയറാനുള്ള ശ്രമമാണ്. ഈസാ നബിനെ ആദ്യം കാണുന്ന സമയത്ത് തന്നെ ദജ്ജാൽ ഇങ്ങനെ ഉരുകി വിയർക്കുന്നാണ് ഹദീസിലുള്ളത്. ഫസ്റ്റ് സമയത്ത് സുബ്ഹി വാങ്ക് കൊടുക്കുമ്പോ ദമസ്കസിലെ വെള്ള മിനാരത്തിലൂടെ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നിറങ്ങിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ദജ്ജാലിനെ കാണുന്ന ഒരു സമയമുണ്ട്. ദജ്ജാൽ ഇങ്ങനെ വിറച്ചിട്ട് ഒന്നിങ്ങനെ വിയർത്ത് കുളിച്ച് ഇന്ന് ഉരുകുന്ന. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറയും, സമയമായിട്ടില്ല, കുറച്ചുകൂടി നേരമുണ്ട്, ഒന്ന് കറങ്ങിക്കൂട്ട.
എന്റെ കൈ കൊണ്ട് തന്നെയാണ് ഏതായാലും എന്നെ പണിയാക്കുക, കുറച്ചുകൂടി കറങ്ങിക്കൊടുക്കുക, നേരമാകുമ്പോ ഞാൻ നിന്നെ ശരിയാക്കുന്നു. ആ ഈസാ നബി അലൈഹിസ്സലാം മസ്ജിദുൽ അഖ്സയിൽ വെച്ച് അവന്റെ കഥ കഴിച്ചിട്ടും ഈസാ നബി അലൈഹിസ്സലാം അന്തി ഉറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും സന്തോഷത്തോടെ കിടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതും മദീന മുനവ്വറയാണ് സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്താണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ഒരുങ്ങുന്നത്.